പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ആണ് ഇന്ന് ഇലക്ഷൻ ചാനലിൽ എന്നോടൊപ്പം ചേരുന്നത്. കിരൺ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ തമിഴകം തൂത്തുവാരാൻ DMK സഖ്യത്തിന് സാധിച്ചിരുന്നു. ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇത്തവണയും അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് DMK പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചെറിയ കല്ലുകടികൾ. ഇപ്പോൾ സീറ്റ് ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ CPI-നും CPI-ക്കും 2 സീറ്റുകൾ വീതം നൽകാം എന്നാണ് ധാരണയെങ്കിൽ പോലും കോയമ്പത്തൂരിൽ ഒരു വാദപ്രതിവാദം DMK-യും CPI-യും തമ്മിൽ നടക്കുന്നുണ്ട്. അഭിലാഷ്, അത് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് കോയമ്പത്തൂർ പ്രത്യേകമായി തന്നെ ഇത് എടുക്കുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുന്നണി സംവിധാനം എങ്ങനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാമെന്നതിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ സ്റ്റാലിനാണ്. സ്റ്റാലിൻ്റെ DMK സത്യം പറഞ്ഞാൽ DMK ആശ്രയിച്ച് മാത്രമാണ് അവിടെ CPI ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ നിൽക്കുന്നത്. ഈ CPM-ഉം CPI-ക്കും കഴിഞ്ഞ തവണ 2 വീതം സീറ്റുകൾ നേടിയെങ്കിൽ അതിന് മുമ്പ് മത്സരിച്ച സമയത്ത് ഇവർ സഖ്യമൊന്നുമില്ലാതെ മത്സരിച്ചപ്പോൾ 50,000 1,00,000 മാത്രം ഇവർ കഴിഞ്ഞ തവണ വിജയിച്ചത് ആലോചിക്കണം. 1,00,000 മേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതാണ് ഈ CPM-ന്റെ സ്ഥാനാർത്ഥികൾ. കോയമ്പത്തൂരായാലും മധുരയായാലും എല്ലാം ആ തരത്തിൽ വിജയിച്ചവരാണ്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ച ഘട്ടത്തിൽ 2014 ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ 50,000 വോട്ട് മാത്രമായി ചുരുങ്ങിയിരുന്നു എന്നതുകൂടി ആലോചിക്കണം. അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല, പക്ഷേ അവിടുത്തെ ജയത്തെ നിശ്ചയിക്കാൻ കഴിയും. ഇത് വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരാളാണ് സ്റ്റാലിനെ കോൺഗ്രസ്സുകാർക്കൊക്കെ പലപ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ 5 നിയമസഭകളുടെ തെരഞ്ഞെടുപ്പിലടക്കം പറ്റിയതുപോലെ ഞങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് ജയിച്ചോളാം എന്നുള്ളൊരു നിലപാടല്ല സ്റ്റാലിൻ സ്വീകരിക്കുന്നത്. ഒരു കാരണവശാലും വിജയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഈ മുന്നണിയുടെ വിജയമാണ്. മുന്നണിയുടെ വിജയം നിലനിർത്തേണ്ടത് സ്റ്റാലിന് ലോക്സഭയിലേക്ക് അംഗങ്ങളെ കൂടി ലയിക്കുക എന്നത് മാത്രമല്ല, എതിരാളികൾ ശക്തിപ്പെടാതിരിക്കേണ്ടത് തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ഭരണം നിലനിർത്തുന്നതിന്റെ കൂടി അനിവാര്യതയാണ്. അത് വളരെ തിരിച്ചറിഞ്ഞ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഏറ്റവും കൃത്യമായ രൂപം തന്ത്രപരമായി തന്നെ ഉപയോഗിക്കുന്ന ആളാണ് MK സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനുള്ള സീറ്റ് കോൺഗ്രസിന് നൽകുന്നു. CPM-ഉം CPI-യും പോലെ താരതമ്യേന തമിഴ്നാടിനെ അപേക്ഷിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്ന് CPM-ന് ഒറ്റ സീറ്റ് മാത്രമാണെന്ന് ആലോചിക്കണം. അവിടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റ്, ആകെ 3 സീറ്റുള്ളത് 2 സീറ്റും തമിഴ്നാട്ടിൽ നിന്നാണ്. CPI-യുടെ അവസ്ഥയുമാണ്. CPI-യുടെ 3 സീറ്റ് ഉണ്ടെങ്കിൽ 2 സീറ്റും തമിഴ്നാട്ടിൽ നിന്നാണ്. അങ്ങനെ CPM-നെ ആയാലും CPI-നെ IUML-നെ ലീഗിനെ സ്വന്തം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ലീഗ് മത്സരിക്കുന്നത് കോണിയിലല്ല മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചത് ഉദയസൂര്യനിലാണ് മത്സരിച്ചത്. അവിടെ ഏത് തരത്തിലായാലും ആളുകളെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുക. അങ്ങനെ ചെറു കക്ഷികളെയൊക്കെ ഇപ്പോഴത്തെ മുന്നണിയിലാണെങ്കിൽ അവർക്ക് DMK, കോൺഗ്രസ്, CPM, CPI, ലീഗ്, അതോടൊപ്പം തന്നെ തിരുമാളവന്റെ VCK ഉണ്ട്, അതോടൊപ്പം തന്നെ വൈക്കോയുടെ MDMK ഇവരുടെ കൂടെയുണ്ട്, ER ഈശ്വരന്റെ KMDK ഉണ്ട്. അങ്ങനെ തീരെ ചെറിയ കക്ഷികളെ പോലും ഇവർ കൂട്ടി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇവരെ ഒരു മുന്നണിയായി മത്സരിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ എങ്ങനെയാണ് 39-ൽ 38 സീറ്റും നേടിയത്, അതേ മട്ടിൽ തന്നെ ഇത്തവണ 39-ൽ 39 എങ്ങനെയെങ്കിലും നേടണമെങ്കിൽ ആരെയൊക്കെ കൂട്ടി യോജിപ്പിക്കാം. അവിടെയാണ് ഏറ്റവും നിർണായകമായി ഈ കമൽഹാസന്റെ പാർട്ടിയൊക്കെ വരുന്നത്. കമൽഹാസന്റെ പാർട്ടി ഒറ്റയ്ക്ക് കോയമ്പത്തൂരൊക്കെ മത്സരിച്ച് 1.5 ലക്ഷത്തോളം വോട്ട് പിടിച്ചാണ്. മക്കൾ നീതി മയ്യം 1.5 ലക്ഷത്തോളം വോട്ട് പിടിച്ചത്. നമ്മൾ ആലോചിക്കണം, 2014 CPM ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ 1,00,000 വോട്ടിലേക്ക് താന്നെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് മക്കൾ നീതി മയ്യം 1.5 ലക്ഷം വോട്ട് പിടിച്ച സ്ഥലമാണ്. അങ്ങനെയുള്ള അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം ഗുണമുണ്ടാവും, ആ മുന്നണി എങ്ങനെ വിജയിപ്പിക്കാം, അത്തരം ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു വിശാലമായ മാതൃകയാണ് നിൽക്കുന്നത്. ഇപ്പോഴുള്ള തർക്കം എന്ന് പറയുന്നത് ഈ കോയമ്പത്തൂർ സീറ്റിലേക്ക്, അത് സിറ്റിംഗ് സീറ്റാണ്, ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ്. ആ സീറ്റ് കമലഹാസന് വേണമെന്ന് പറയുമ്പോൾ CPM അത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അത്തരം തർക്കങ്ങളാണ്. പക്ഷേ സ്റ്റാലിന്റെ ഒരു കഴിവും ഇത്തരത്തിലേക്കുള്ള ഒരു നെഗോസിയേഷൻ രീതിയൊക്കെ വെച്ചുകൊണ്ട് സ്റ്റാലിൻ അവിടെയൊക്കെ വിട്ടുവീഴ്ചയൊക്കെ വരുത്തിക്കൊണ്ട് സ്വാഭാവികമായും അത്തരം ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു തമിഴ്നാട് നിയമസഭയുടെ സ്റ്റാലിന്റെ ജയം വെച്ച് കണക്കൂട്ടിയാൽ, ആ കണക്കൂടി നമുക്ക് നോക്കാം. അങ്ങനെ ജയം വെച്ച് കണക്കൂട്ടിയാൽ സ്റ്റാലിന് കുറെ കൂടി സീറ്റ് ഇവരുടെ എല്ലാം വലിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഈ മുന്നണിക്ക് പലർക്കും വിട്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്ക അപ്പോഴുമുണ്ട്. എന്തായാലും ആത്യന്തികമായി സ്റ്റാലിൻ സഖ്യം രൂപപ്പെടുത്തുമ്പോൾ ആ വിശാല സഖ്യം എന്നത് ഇന്ത്യ സഖ്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ വിജയമായിരിക്കും സ്റ്റാലിൻ സഖ്യം, വിശാല സഖ്യം തമിഴ്നാട്ടിൽ വിജയിച്ചാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് പിടിക്കുമോ സ്റ്റാലിന്റെ വിശാല സഖ്യം എന്ന ചോദ്യം തന്നെ നമ്മൾ ആദ്യം ഉന്നയിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിലകൾ ഉൾപ്പെടെയാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം MP-മാരെ പാർലമെന്റിലേക്ക് എത്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അങ്ങനെ 39 ലോക്സഭാ സീറ്റുകൾ ആണ് തമിഴ്നാട്ടിൽ ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 മോദി തരംഗം, BJP തരംഗമൊക്കെ രാജ്യത്ത് ആഞ്ഞു വീശിയപ്പോഴും
ഈ തമിഴ്നാട് DMK സഖ്യത്തിനൊപ്പമാണ് നിന്നത്. 38 സീറ്റുകളിൽ DMK വിജയിച്ചു നിൽക്കുമ്പോൾ മറുചേരിയിൽ നിന്ന് AADMKക്ക് ഒരംഗമുണ്ടാകുന്നു. അത് മുൻ വർഷത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ട സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞത്. അത് മാത്രമല്ല അഭിലാഷ്, ഒരു സീറ്റ് DMKക്ക് അതിനു മുമ്പിലെ തെരഞ്ഞെടുപ്പിൽ DMKക്ക് സീറ്റ് ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ഒരു സമ്പൂർണ്ണ ആധിപത്യം AADMK നേടുകയായിരുന്നു. പിന്നീട് സ്പ്ലിറ്റായി ജയലളിതയുടെ മരണം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. ആ പാർട്ടിയുടെ ആരാണ് നേതാവ്? ഇപ്പൊ തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയം നമുക്ക് എപ്പോഴും പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു നേതാവ്, ആ നേതാവ് നയിക്കുന്ന പാർട്ടി. അത് നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ എത്രയോ കാലമായി, കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി കരുണാനിധി ഒരു ഭാഗത്ത് എപ്പോഴും ഉണ്ടായിരുന്നു, മറുഭാഗത്ത് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് ജയലളിതയാണ്, അതിനു മുമ്പ് MGR ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ്, ആ നേതാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന പാർട്ടി ആ തരത്തിലേക്കാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ശക്തി, മൂപ്പനാരുടെ മാറിപ്പോയതോടുകൂടി കോൺഗ്രസിന്റെ ശക്തി എങ്ങനെയാണ് പോകുന്നത് അറിയാം. അങ്ങനെ പ്രധാന ഒരു നേതാവില്ല. ഇപ്പോൾ AADMKയുടെ ഒരു അവസ്ഥ, അങ്ങനെ അവർക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവില്ല, ഒരു നാഥനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു നാഥനായി നിൽക്കാൻ കഴിയുന്നവരല്ല ഇപ്പോൾ ഉള്ള ആളുകളായിരുന്നു തന്നെ. അവിടെ തന്നെ പല ഘട്ടങ്ങളിലായി നിൽക്കുന്നു. പളനിസ്വാമിയും പനീർശെൽവവും OPS ഏകദേശം BJP പക്ഷത്തേക്ക് തന്നെ പോയി. അദ്ദേഹം വേറെ പാർട്ടിയായ രീതിയിൽ തന്നെ ആ പക്ഷത്തേക്ക് തന്നെ നിൽക്കുകയാണ്. ആകെ പനീർശെൽവത്തിന് മാത്രമാണ് ആ തരത്തിലേക്ക് നിൽക്കാൻ കഴിയുന്നത്. പക്ഷെ അവർക്ക് പോലും അങ്ങനെ ഒരു തമിഴ്നാടിനെ മൊത്തം ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വത്തിലേക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് BJP ഒരു തരത്തിൽ പറഞ്ഞ ചെറിയൊരു സാധ്യതയൊക്കെ കാണുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അണ്ണാമലയെ കൊണ്ടുവരുന്നു, അണ്ണാമലെ ആ തരത്തിലേക്ക് അവതരിപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്യുന്നത് അതിന്റെ കൂടി ഫലമായിട്ടാണ്. ഈ കഴിഞ്ഞ തവണത്തെ വിജയത്തിലും കഴിഞ്ഞ തവണ വിജയവും നേടാൻ സ്റ്റാലിനെ സഹായിച്ചത് ഈ വിശാലമായ സഖ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പതിപ്പ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അതേ അർത്ഥത്തിൽ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ഈ മുന്നണി തെറ്റിയില്ലെങ്കിൽ, തെറ്റാനുള്ള സാധ്യത നിലവിൽ കാര്യമായി കാണുന്നില്ല, രാഷ്ട്രീയമാണ്, അങ്ങനെ നമുക്കൊന്നും എങ്കിലും സ്റ്റാലിൻ അത്തരം തന്ത്രജ്ഞനായതുകൊണ്ട് അത് പരിഹരിച്ചു പോകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ BJP ആണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട് ഹിമാചൽ പ്രദേശിലൊക്കെ സ്വന്തം കൂടെ നിന്ന് സിംഗ്വി പറഞ്ഞതുപോലെ തലേന്ന് രാത്രി ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചവർ പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞു. ഇപ്പോൾ ആകെ തർക്കമുള്ളത് CPM-ന്റെ കോയമ്പത്തൂരിനെ സംബന്ധിച്ചാണ്. അവിടെ CPM-നെ എന്താണ് എങ്കിലും മറുചേരിയിലുള്ളവർക്ക് ആകർഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ കോയമ്പത്തൂരിലാണ് ഒരു ചെറിയ തോതിലുള്ള തർക്കം. അത് നമുക്ക് വിശദമായി നോക്കാം പിന്നീട്.